എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് പരീക്ഷ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള പരീക്ഷ അപ്ഡേറ്റുകൾക്കും അറിയിപ്പുകൾക്കും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 മാത്തമാറ്റിക്സ് പരീക്ഷ കടുപ്പമാവുമോ എന്ന് നിരവധി അധികം കുട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ പഴയ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിക്കുവാൻ പ്രധാനമായിട്ടും കാരണം ഈ വർഷം തന്നെ നടന്ന +2 കുട്ടികളുടെ മാത്തമാറ്റിക്സ് പരീക്ഷ പാറ്റേൺ അടക്കം ചേഞ്ച് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചു എന്നതുകൊണ്ടാണ്. +2 മാത്സ് പരീക്ഷയെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞത് ഓരോ ചാപ്റ്ററിൽ നിന്ന് മോഡൽ എക്സാമിന് ചോദിച്ച വെയിറ്റേജ് അനുസരിച്ചല്ല പബ്ലിക് എക്സാമിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ +1 കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മോഡൽ എക്സാമിന് ചോദിച്ച അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പബ്ലിക് എക്സാമിനും ചോദിക്കുമെന്നും ഒരു തരത്തിലും ഉറപ്പ് പറയുവാൻ സാധിക്കുകയില്ല. മാത്തമാറ്റിക്സ് പരീക്ഷ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഓരോ ചാപ്റ്ററുകളുടെയും പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ കോളേജ് ദോസ്ത് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ബോട്ടിന് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. +2 മാത്സ് എക്സാമിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായ ചില ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. ഇതോടൊപ്പം മാത്സ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ഉത്തരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോബ്ലം പരീക്ഷയിൽ സോൾവ് ചെയ്യുമ്പോൾ ഇടയിൽ വച്ച് തന്നെ നിന്ന് പോകുവാൻ നല്ല സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ എല്ലാവരും കോളേജ് ദോസ്ത് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുവാനും ശ്രമിക്കുക. നന്ദി.